ഓട്ടുപാറ കലയിൽ വൻ ഡിസ്കൗണ്ട് മേള. 1000 രൂപ വിലയുള്ള ഫാൻസി സാരികൾ 200 രൂപ മുതൽ, 1500 രൂപ വിലയുള്ള ചുരിദാറുകൾ 250-300 രൂപയ്ക്ക്. വരൂ കലയിലേക്ക്, സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ. കോൺടാക്ട് 0484423652. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ ഓവർബ്രിഡ്ജിനായി DPR തയ്യാറാക്കുന്നതിനായി നിർവഹണ ചുമതലക്കാരായ RBDCK അധികൃതരും ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റ് പരിസരം സന്ദർശിച്ചു. യങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റ് ലെവൽ ക്രോസ് നമ്പർ 7 ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങും വിശദ പദ്ധതി രേഖയും തയ്യാറാക്കുന്നതിനായി പ്രാഥമിക സർവേ നടപടികൾ ആരംഭിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും RBDCKയുടെ ഉന്നത ഉദ്യോഗസ്ഥരും കൺസൾട്ടൻസി പ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. വടക്കാഞ്ചേരി ഓട്ടുപാറ ടൗണിൽ നിന്നും യങ്കക്കാട് മാരാത്തുകുന്ന് പ്രദേശങ്ങളിലൂടെ തെക്കുംകര പഞ്ചായത്തിനെയും വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലെ ലെവൽ ക്രോസുകൾ വലിയ യാത്രാ ദുരിതമാണ് സമ്മാനിക്കുന്നത്. ഇതിന് പരിഹാരമായി ലെവൽ ക്രോസുകൾ ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കണമെന്നത് ഏറെക്കാലമായുള്ള ആവശ്യമാണ്. സംസ്ഥാന സർക്കാർ 36 മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി പദ്ധതി തയ്യാറാക്കുവാൻ RBDCKയെ ചുമതലപ്പെടുത്തുകയും അതിൽ മാരാത്തുകുന്ന് ലെവൽ ക്രോസ് നമ്പർ 7 മേൽപ്പാലത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. GAD, DPR എന്നിവ തയ്യാറാക്കുന്നതിനായി ടെൻഡർ നടപടികളിലൂടെ എയ്റോടൈഡ് ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ തെരഞ്ഞെടുത്തു. ഇതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. പ്രാഥമിക സർവേയുടെ നടപടികൾ ആരംഭിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. മേൽപ്പാലം അത് നിർമ്മിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള സ്ഥലത്തെ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഭൂമി, ഇലക്ട്രിസിറ്റി ലൈനുകൾ, മറ്റ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രത്യാഘാതം കുറച്ച് എങ്ങനെ ഇത് നിർവഹിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന് സാമൂഹിക പ്രത്യാഘാതവും അതുപോലെ തന്നെ പാരിസ്ഥിതിക ആഘാതവും. ഒപ്പം തന്നെ ചെലവും കുറയേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ എഫക്റ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ പാലത്തിൻ്റെ ഡിസൈൻ ഉണ്ടാക്കാൻ കഴിയും, എങ്ങനെ DPR തയ്യാറാക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് സർവേ അവർ ആരംഭിക്കുകയാണ്. അതിനു വേണ്ടിയാണ് ബന്ധപ്പെട്ട ടീം ഇവിടെ വന്നിട്ടുള്ളത്. പ്രാഥമികമായി ഇപ്പോൾ മുനിസിപ്പൽ ചെയർമാനുണ്ട്, അതുപോലെ തന്നെ മറ്റ് കൗൺസിലർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ മുൻ കൗൺസിലർമാരുൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ മിക്കവാറും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ചെറിയ പീരീഡിലാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചത്. നമ്മൾ ഒട്ടും സമയം വൈകേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത്. അവർ ഇന്നും നാളെയായിട്ട് തുടങ്ങും. സ്വാഭാവികമായും അവരുണ്ടാക്കുന്ന ഒരു ഡ്രോയിങ് പ്രത്യേകിച്ച് നമുക്ക് മുനിസിപ്പാലിറ്റിയും ബന്ധപ്പെട്ട ആളുകളൊക്കെയായി ഡിസ്കസ് ചെയ്ത് നമ്മൾ കൂടി നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കൂടി കഴിയുന്ന ഏതെങ്കിലും വ്യക്തികളുടെ പ്രശ്നമല്ല, പൊതുവായി വരുന്ന ഒരു ഡ്രോയിങ് അനുസരിച്ച് പിന്നീട് റെയിൽവേക്ക് JADയും അതുപോലെ തന്നെ നമ്മുടെ DPR ഗവൺമെന്റിനും സമർപ്പിക്കും. മേൽപ്പാലത്തിന്റെ ഭാഗമായി നിലവിലെ കെട്ടിടങ്ങൾ, റോഡുകൾ, സ്ഥലങ്ങൾ, വൈദ്യുതി ലൈനുകൾ, ബന്ധിപ്പിക്കപ്പെടുന്ന മറ്റു കാര്യങ്ങൾ എന്നിവ സർവേയിലൂടെ കണ്ടെത്തുകയും സാമൂഹിക പാരിസ്ഥിതിക ആഘാതം പരമാവധി കുറച്ചുകൊണ്ടുള്ള ROB അലൈൻമെന്റ് തയ്യാറാക്കി ചർച്ചകൾക്ക് ശേഷം GAD, DPR എന്നിവ തയ്യാറാക്കും. സമയബന്ധിതമായി സർവേ നടപടികൾ പൂർത്തിയാക്കി ചർച്ചകൾക്ക് ശേഷം മേൽപ്പാലത്തിന്റെ അലൈൻമെന്റ് തീരുമാനിച്ച് അതിനനുസരിച്ച് GAD തയ്യാറാക്കി റെയിൽവേക്ക് സമർപ്പിക്കുകയും മേൽപ്പാലം നിർമ്മിക്കുവാൻ റെയിൽവേയുടെ അനുമതി തേടുകയും ചെയ്യുമെന്ന് MLA വ്യക്തമാക്കി. സർവേ നടപടികൾക്ക് ശേഷം തയ്യാറാക്കുന്ന DPR സർക്കാരിലേക്ക് സമർപ്പിക്കും. സമീപത്ത് തന്നെയുള്ള യങ്കക്കാട് ലെവൽ ക്രോസ് 8 മൂലമുണ്ടാകുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുവാൻ ROB പദ്ധതിക്കായി ഈ വർഷത്തെ റെയിൽവേ വർക്ക് പ്രോഗ്രാമിലും പിങ്ക് ബുക്കിലും ഉൾപ്പെടുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയതായും സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. റെയിൽവേ 50% തുകയും സംസ്ഥാന സർക്കാർ 50% തുകയും ചെലവഴിച്ചുകൊണ്ടുള്ള ROB നിർമ്മാണ പദ്ധതിയിലാണ് LC നമ്പർ 7 ഉൾപ്പെട്ടിട്ടുള്ളത്. 100% റെയിൽവേ ഫണ്ട് ഉപയോഗിച്ച് മേൽപ്പാലം പദ്ധതി ലഭ്യമാക്കുന്നതിനാണ് കത്ത് നൽകിയിരിക്കുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു.
സേവ്യർ ചിറ്റലപ്പള്ളി MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ കൗൺസിലർ KU പ്രദീപ്, മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ MR സോമനാരായണൻ, മുൻ കൗൺസിലർ VP മധു, MU കബീർ, MJ ബിനോയ്, RBDCK ഡെപ്യൂട്ടി ജനറൽ മാനേജർ അബ്ദുൽ സലാം, സീനിയർ മാനേജർ T ദിവ്യ, എയറോടൈഡ് ലിമിറ്റഡ് കൺസൾട്ടന്റ് മിലിന്ദ് കുൽക്കർണി തുടങ്ങിയവരും പങ്കെടുത്തു. VCV ന്യൂസ്, മാരാത്തുകുന്ന്.